ഹലോ, ജയാസ് ഡിഷസിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെറും പുളി. വെറും പുളി എന്ന് വെച്ചാൽ വെറും പുളി തന്നെ. ഇത് വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. കടുക് വറുത്താൽ മാത്രം മതി. കടുകും വറ്റൽ മുളക് വേണം, 2-3 വറ്റൽ മുളക്. പിന്നെ ഇതിന് പ്രധാനം വേണ്ടത് കാന്താരിയാണ്. എൻ്റെ അടുത്ത് കാന്താരി ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തു. ഇതില്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി വേണം, കറിവേപ്പില. ഒരു കടു വറക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് കായം വേണം. ഞാൻ ഒരു കഷ്ണം കായം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ഞാൻ ഉപ്പൊക്കെ ഇട്ട് പുളിവെള്ളം ഉണ്ടാക്കി വെച്ചേക്കുക. കടു വറക്കുന്നത് പക്ഷേ ഇത് വെറും പുളി എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റുള്ളൊരു പുളിയാണ്. ചോറിൻ്റെ കൂടെ ഒഴിച്ചുണ്ണാനൊക്കെ നല്ലതാണ്. ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കുക. ആദ്യം ഒന്ന് കടുക് വറക്കാം. കടുക് വറക്കാൻ കാന്താരി മുളക് ഇടുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് എല്ലാ പച്ചമുളകും ഇങ്ങനെ പതുക്കെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കണം. ഞാനൊരു കത്രിക കൊണ്ട് പതുക്കെ അതാ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു. അല്ലെങ്കിൽ ഇത് എണ്ണയിലിടുമ്പം പൊട്ടിത്തെറിക്കും. പച്ചമുളകാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കാന്താരിയാണ് അതിൻ്റെ രുചി. അതുകൊണ്ട് കാന്താരിയാണ് കൂടുതൽ വേണ്ടത്. ഒന്ന് കടു വറക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ വെക്കണം. പുളിവെള്ളം ആയതുകൊണ്ട് ഞാൻ എല്ലാ കടുകും എല്ലാ മുളകും ഒന്ന് പൊട്ടിച്ചു വെച്ചു. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് കടുക് വറക്കാനായതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് നല്ലതുപോലെ വേണം. കടുക് വറക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ വറ്റൽ മുളക് ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് കടുകും വേണ്ടത് ഈ കാന്താരി മുളക്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്താൽ മാത്രം മതി. കായവും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ മൂക്കുമ്പോൾ നല്ലൊരു മണമാണ്. വെളിച്ചെണ്ണ വെറും പുളി എന്നാണ് പറയുന്നത്, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കായവും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. കായ കുറച്ച് നല്ലപോലെ ഇട്ട് ഞാൻ ഈ കാന്താരി മുളക് ഇടുന്നതുകൊണ്ട് വറ്റൽ മുളക് കുറച്ചേ ഇടാവൂ. വേണമെങ്കിൽ ഒരു നുള്ളു ഉലുവ ഇടാം, അല്ലെങ്കിൽ ഇച്ചിരി ഉലുവ പൊടി ഇടാം. ഞാനൊരു നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുത്തൊരു മണം. കഴിഞ്ഞു. 5 മിനിറ്റ് പോലും വേണ്ട. ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുവാണെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട. എല്ലാം നല്ല മൂത്ത മണം വന്നു. കായോ ചെറിയ ഉള്ളി കാന്താരി മുളകും എല്ലാം കൂടെ നല്ല മണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ചൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ കുറച്ചൊഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് തവി കൊണ്ട് ഇങ്ങനെ ഒന്നെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. വറ്റൽമുളകും ഉള്ളി ആ വറുത്ത മുളകും പച്ചമുളകും എല്ലാം ഇങ്ങനെ ഒന്ന് ഉടയാണ്. ഇനി ബാക്കി വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞു.
ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ വെറും പുളി നന്നായിട്ട് തിളച്ചു. വേറെ ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ഇത് മതി ചോറിനകത്ത് ഒഴിച്ചുണ്ണാൻ. കായത്തിൻ്റെ മണോ ഉള്ളി മൂപ്പിച്ച മണോ എല്ലാം കൂടെ, വെളിച്ചെണ്ണയുടെ എല്ലാം കൂടെ നല്ല ഒരു മണം. കുറച്ച് സമയം തിളച്ചു മതി. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ വെറും പുളി ഇവിടെ റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.